ചില ദൃശ്യം എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തില് പുരോഹിത പ്രമുഖന്മാരും പരിസരം ഒരുമിച്ച് കൂടി പറയുകയാണ്, ഈ മനുഷ്യൻ ഇങ്ങനെ പോയാൽ നമ്മുടെ ആളുകളെല്ലാം അവന്റെ പിന്നാലെ പോകും, റോമാക്കാർ വന്ന് നമ്മുടെ വിശുദ്ധ സ്ഥലം നശിപ്പിക്കുകയും ചെയ്യും. ഈശോയെ കുറിച്ചാണ് ഈ പറയുന്നത്. ഈശോ ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ അടയാളങ്ങൾ പ്രവർത്തിക്കുന്നു. ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അനേകം യഹൂദർ അവനിൽ വിശ്വസിക്കുകയും ഈ യഹൂദര് വളരെ പൂജ്യമായിട്ട് കരുതിയിരുന്ന സ്ഥലങ്ങള് അവരതിനെ വലിയ കാര്യമായിട്ട് അതിന്റെ പിന്നാലെ ശ്രദ്ധിക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ റോമാക്കാർ വന്ന ആ സ്ഥലങ്ങളെല്ലാം സ്വന്തമാക്കുകയും ചെയ്യും എന്നൊരു ആകുലത ഇവർ തമ്മിൽ പങ്കുവെക്കുമ്പോൾ ആ വർഷത്തെ പ്രധാന പുരോഹിതനായ കയ്യഫാസ് വന്നിട്ട് പറയുകയാണ്, ഒരു ജനം മുഴുവൻ നശിക്കാതിരിക്കുന്നതിനായിട്ട് അവർക്ക് വേണ്ടി ഒരു മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുമില്ല എന്ന് പറയുക. അവിടെ കൃത്യമായിട്ട് പ്രകാരം എഴുതി വെച്ചിരിക്കുകയാണ്. അതായത് കയ്യഫാസ് ഈശോ ഈ ജനത്തിന് വേണ്ടി, ജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മരിക്കേണ്ടിയിരിക്കുന്നു എന്ന് പ്രവചിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ചിതറിക്കപ്പെട്ട ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടുന്നതിന് വേണ്ടിയിട്ടും ഈശോ മരിക്കേണ്ടിയിരിക്കുന്നു എന്ന് പ്രവചിക്കുകയായിരുന്നു എന്ന് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുകയാണ്. അതായത് ഇന്നത്തെ സുവിശേഷ ഭാഗം അനുസരിച്ച് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈശോയുടെ മരണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്ന്, ജനങ്ങളെല്ലാവരും നശിക്കാതിരിക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞാൽ, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈശോ മരിച്ചു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പറയുകയാണ്, ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നതിന് വേണ്ടിയിട്ട്, ഒന്നിച്ച് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഈശോ മരിച്ചു എന്ന് പറയുകയാണ്. അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈശോയുടെ കുരിശുമരണത്താലാണ് നമ്മൾ എല്ലാവരും രക്ഷിക്കപ്പെട്ടത്. രണ്ടാമതായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുന്നത് ഈശോ കുരിശുമരണത്താലാണ്. അതെങ്ങനെയാണ്? ഈശോ തന്നെ വചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളിൽ നിന്ന് ഞാൻ ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും ഞാൻ എന്നിലേക്ക് ആകർഷിക്കും. ഇത് നമ്മൾ കൃത്യമായിട്ട് കാണുന്നുണ്ട്. അതായത് ഈശോയുടെ പീഡാസഹനത്തിന്റെ സമയത്ത് എല്ലാ ശിഷ്യന്മാരും ചിതറിക്കപ്പെട്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത്. പക്ഷെ ഈശോയുടെ മരണത്തിന് ശേഷം എന്തുണ്ടാകുന്നു? ഈശോയുടെ മരണത്തിന് ശേഷം പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തില് ഈ ശിഷ്യന്മാരെല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്നുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട പ്രകാരം തന്നെയാണ്, എന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈശോ മരിച്ചത്. അതുപോലെ തന്നെ ഞാൻ ഇന്ന്, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് കൂടുന്നുണ്ടെങ്കിൽ അത് ഈശോയുടെ സ്മരണത്തെ ഓർക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ച് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി മരിച്ച ഈശോയെ നമുക്ക് ധ്യാനിക്കാം, നന്ദിയോടെ ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സ്മരണം.